കൂട്ടുകാരെ, എല്ലാവർക്കും PSC നോളജ് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നത് 10th പ്രിലിമിനറി എക്സാമിന് ആവശ്യമായ ചോദ്യോത്തരങ്ങളുമായാണ്. ഇന്ന് നാം പഠിക്കുന്നത് ഐക്യകേരള പ്രസ്ഥാനം, വനവും കൃഷിയും, ഹോർത്തൂസ് മലബാറിക്സ് തുടങ്ങിയ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. സമയമൊട്ടും കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഐക്യകേരള പ്രസ്ഥാനത്തിൽ നിന്നുള്ളതാണ്. ഏകഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെ പറ്റി പറയുന്ന 14ാം നൂറ്റാണ്ടിലെ വ്യാകരണ ഗ്രന്ഥമേത്? ആൻസർ ലീലാതിലകം. അടുത്ത ചോദ്യം മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ ആദ്യമായി ഒരുമിച്ച് പങ്കെടുത്ത ആദ്യത്തെ അഖില കേരള പ്രവിശ്യാ സമ്മേളനം 1921 നടന്നതെവിടെ? ആൻസർ ഒറ്റപ്പാലം. അടുത്ത ചോദ്യം സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം 1947 തൃശ്ശൂരിൽ ചേർന്ന ഐക്യകേരള കൺവെൻഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ കെ കേളപ്പൻ. അടുത്ത ചോദ്യം ഐക്യകേരള പ്രമേയം പാസാക്കിയ ഐക്യകേരള സമ്മേളനം നടന്നതെവിടെ? ആൻസർ ആലുവ. അടുത്ത ക്വസ്റ്റ്യൻ മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപവൽക്കരിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച 1.25 കോടി മലയാളികൾ ആരുടെ കൃതിയാണ്? ആൻസർ EMS നമ്പൂതിരിപ്പാട്. അടുത്ത ചോദ്യം തിരുവിതാംകൂറിനെയും കൊച്ചിയെയും യോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപവൽക്കരിച്ചതെന്ന്? ആൻസർ 1949 ജൂലൈ 1. അടുത്ത ചോദ്യം മലബാർ, കൊച്ചി, തിരുവിതാംകൂർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള സംസ്ഥാനം രൂപവൽക്കരമായ വർഷമേത്? ആൻസർ 1956 നവംബർ 1. കേരള സംസ്ഥാനം നിലവിൽ വന്ന 1956 നവംബർ 1 ആഴ്ചയിലെ ഏത് ദിവസമായിരുന്നു? ആൻസർ വ്യാഴാഴ്ച. തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതൊക്കെ താലൂക്കുകളാണ് തമിഴ്നാടിന് വിട്ടുകൊടുത്തത്? ആൻസർ തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന ഏതൊക്കെ താലൂക്കുകളാണ് കേരളത്തോട് കൂട്ടിച്ചേർത്തത്? ആൻസർ കാസർഗോഡ്, ഹോസ്ദുർഗ്. ഐക്യകേരള പ്രതിജ്ഞ തയ്യാറാക്കിയതാര്? ആൻസർ NV കൃഷ്ണവാര്യർ. ഐക്യകേരള പ്രതിജ്ഞ ആരംഭിക്കുന്നത് എങ്ങനെ? ആൻസർ മൂന്നായി മുറിഞ്ഞു കിടക്കും ഈ കേരളം ഒന്നാകുമെന്നായി പ്രതിജ്ഞ ചെയ്യുന്നു നാം. ഐക്യകേരളം തമ്പുരാൻ എന്നറിയപ്പെട്ട കൊച്ചി ഭരണാധികാരി ആര്? ആൻസർ കേരളവർമ്മ തമ്പുരാൻ. 1947 ഏപ്രിൽ തൃശ്ശൂരിൽ നടന്ന ഐക്യകേരള കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതാര്? ആൻസർ കേരളവർമ്മ തമ്പുരാൻ. 1947 ഏപ്രിലിൽ തൃശ്ശൂരിൽ നടന്ന കൺവെൻഷനിൽ ഐക്യകേരളം എത്രയും വേഗം സ്ഥാപിക്കണമെന്നുള്ള പ്രമേയം അവതരിപ്പിച്ചതാര്? ആൻസർ മൊയ്തു മൗലവി. തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ രാജപ്രമുഖനായി മഹാരാജാവിനെ നിയമിച്ചതിൽ പ്രതിഷേധിച്ച് ഐക്യകേരള സമിതിയുടെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതാര്? ആൻസർ കെ കേളപ്പൻ. മലയാളികളുടെ ഭാഷാപരവും സാംസ്കാരികവുമായ വ്യക്തിത്വത്തിനും സ്വത്വബോധത്തിനും കരുത്തേകിയ കൃതി എന്നറിയപ്പെടുന്ന കേരളം മലയാളികളുടെ മാതൃഭൂമി രചിച്ചതാര്? ആൻസർ EMS നമ്പൂതിരിപ്പാട്. അടുത്തതായി പഠിക്കുന്നത് കേരളത്തിലെ വനവും കൃഷിയെയും കുറിച്ചാണ്. അതിലെ ആദ്യത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത്? ആൻസർ ഇരവിക്കുളം, ഇടുക്കി ജില്ല. ഇരവിക്കുളം ദേശീയോദ്യാനത്തിൽ
പ്രത്യേകമായി സംരക്ഷിക്കപ്പെടുന്ന ജീവി? ആൻസർ വരയാട്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം? ആൻസർ ഇരവിക്കുളം. പ്രാദേശികമായി സൈലന്റ് വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏത്? ആൻസർ സൈലന്റ് വാലി, പാലക്കാട് ജില്ല. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏത്? ആൻസർ ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏത്? ആൻസർ പാമ്പാടും ചോല. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ആൻസർ പാലക്കാട്. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം? ആൻസർ ചെന്തുരുണി വന്യജീവി സങ്കേതം. മഴനിഴൽ പ്രദേശത്തുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? ആൻസർ ചിന്നാർ, ഇടുക്കി ജില്ല. നക്ഷത്ര ആമകൾക്ക് പ്രസിദ്ധമായ വന്യജീവി സങ്കേതം ഏത്? ആൻസർ ചിന്നാർ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ഏത്? ആൻസർ ആറളം. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ഏത്? ആൻസർ നെയ്യാർ. അരിപ്പ വനപ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ആൻസർ തിരുവനന്തപുരം. മലബാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. കൊട്ടിയൂർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട വന്യജീവി സങ്കേതം ഏത്? ആൻസർ കരിമ്പുഴ, മലപ്പുറം ജില്ല. ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം എന്നും അറിയപ്പെടുന്നത് ഏത്? ആൻസർ തട്ടേക്കാട് പക്ഷി സങ്കേതം, എറണാകുളം ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശം ഏത്? ആൻസർ മംഗളവനം പക്ഷി സങ്കേതം. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ. കേരളത്തിൽ ഒരു പ്രത്യേക ചെടിയുടെ സംരക്ഷണത്തിനായി നിലവിൽ വന്ന സങ്കേതം ഏത്? ആൻസർ കുറിഞ്ഞിമല സംരക്ഷണ കേന്ദ്രം. വേമ്പനാട് പക്ഷി സങ്കേതം എന്നും അറിയപ്പെടുന്നത് ഏത്? ആൻസർ കുമരകം, കോട്ടയം ജില്ല. കേരള വനനിയമം പ്രാബല്യത്തിൽ വന്ന വർഷമേത്? ആൻസർ 1961. കേരള സംസ്ഥാന ജൈവ കൃഷി നയം അവതരിപ്പിച്ച വർഷമേത്? ആൻസർ 2010. വനനശീകരണം തടയാനും വൃക്ഷസംരക്ഷണം പ്രോത്സാഹിപ്പിക്കാനുമായി കേരള വൃക്ഷസംരക്ഷണ നിയമം നടപ്പിലാക്കിയ വർഷമേത്? ആൻസർ 1986. 1975 സ്ഥാപിതമായ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ തൃശ്ശൂരിലെ പീച്ചി. കേരളത്തിലെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനമേത്? ആൻസർ ലാറ്ററൈറ്റ് അഥവാ വെട്ടുകൽ മണ്ണ്. കേരളത്തിലെ ഇടനാട് ഭൂപ്രകൃതിയിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണേത്? ആൻസർ ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് എവിടെ? ആൻസർ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ. ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലെ സമുദ്രനിരപ്പിലോ അല്ലെങ്കിൽ താഴെയോ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനമേത്? ആൻസർ പൊക്കാളി മണ്ണ്. തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലെ സമുദ്രനിരപ്പിലോ അതിനു താഴെയോ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണേത്? ആൻസർ കോൾമണ്ണ്. കണ്ണൂർ ജില്ലയിലെ തീരപ്രദേശങ്ങളിലുള്ള ചില പഞ്ചായത്തുകളിൽ കാണപ്പെടുന്ന പ്രത്യേക മണ്ണിനമേത്? ആൻസർ കൈപ്പാട്ട് മണ്ണ്. അടുത്തതായി പറയുന്നത് ഹോർത്തൂസ് മലബാറിക്യൂസ് എന്ന ഗ്രന്ഥത്തെക്കുറിച്ചാണ്. അതിലെ ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ സസ്യ സമ്പത്തിനെ പറ്റിയുള്ള ആദ്യ പുസ്തകമേത്? ആൻസർ ഹോർത്തൂസ് മലബാറിക്യൂസ്. മലബാറിൻ്റെ ഉദ്യാനം എന്നും അറിയപ്പെടുന്ന രചന ഏത്? ആൻസർ ഹോർത്തൂസ് മലബാറിക്യൂസ്. ഏത് ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്യൂസ് രചിക്കപ്പെട്ടിരിക്കുന്നത്? ആൻസർ ലാറ്റിൻ. നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിൽ നിന്ന് 12 വാല്യങ്ങളായി ഹോർത്തൂസ് മലബാറിക്യൂസ് പുറത്തിറക്കിയ കാലയളവേത്? ആൻസർ 1678 മുതൽ 1693 വരെ.
ഹോർത്തൂസ് മലബാറിക്യൂസിൻ്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൊച്ചിയിലെ ഗവർണർ ആര്? ആൻസർ അഡ്മിറൽ വാൻ റീഡ്. ഹോർത്തൂസ് മലബാറിക്യൂസിൻ്റെ രചനയിൽ നിർണായക സംഭാവനകൾ നൽകിയ തദ്ദേശീയ പണ്ഡിതൻ ആരല്ല? ആൻസർ കൊല്ലാട്ട് E.T. അച്യുതൻ വൈദ്യർ, രംഗഭട്ട്, വിനായക ഭട്ട്, അപ്പു ഭട്ട്. മലയാള ലിപികൾ ആദ്യമായി അച്ചടിച്ച കൃതി ഏത്? ആൻസർ ഹോർത്തൂസ് മലബാറിക്യൂസ്. കൂട്ടുകാർക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്